Hi students. So in this session നമ്മൾ എന്താണ് വന്നിരിക്കുന്നത് കെമിസ്ട്രിയുടെ അടുത്ത ക്ലാസ് അല്ലേ മൂന്നോ നാലാമത്തെ ക്ലാസ് എത്തിയിട്ടുണ്ട് ഇംപ്രൂവ്മെന്റ് റിവിഷൻ സെഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് യെസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഇക്വിലിബ്രിയം എല്ലാവർക്കും പേടിയുള്ള ഒരു ചാപ്റ്ററാണ് കാരണം വലിയൊരു ചാപ്റ്ററാണ് അതിൽ നിന്ന് ഒരുപാട് വായിച്ചെടുക്കാൻ ടെക്സ്റ്റിൽ നിന്ന് ഒരുപാട് വായിച്ചെടുക്കാനുള്ളതുകൊണ്ട് അധികം പഠിക്കാതെയും മാർക്ക് കൂടുതലായിട്ടും പോകുന്നതും എന്നാൽ എക്സാമിന് ഏകദേശം ഒരു 4 മാർക്കോളം വരുന്നതുമായിട്ടുള്ള ഒരു പോർഷനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓക്കെ സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ചാപ്റ്ററിനകത്ത് ഏതൊക്കെ പോർഷൻസ് പഠിച്ചാലാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്ക് കൂടുതൽ കിട്ടുക ഇത്രത്തോളം നമുക്ക് നന്നായി സ്കോർ ചെയ്യും ഈ 4 മാർക്കും നമുക്ക് വാങ്ങിച്ചെടുക്കണം ഓക്കെ അതിനുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഇന്ന് പോകുന്നത് സോ യെസ് ഇക്വിലിബ്രിയം എന്താണ് ഇക്വിലിബ്രിയം നമുക്കറിയാം ഒരു റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ റിയാക്ഷൻ തുടങ്ങി കുറച്ച് നേരം കഴിയുന്ന സമയത്ത് നമുക്കറിയാം കോൺസെൻട്രേഷനകത്ത് റിയാക്ടൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കോൺസെൻട്രേഷൻസിനകത്ത് ഒരുപാട് ചേഞ്ച് വരുന്നില്ല ഓക്കെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓക്കെ സോ ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ ഓക്കെ ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈവൻ ദോ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിസിക്കലി നോക്കുന്ന സമയത്ത് അവിടെ കോൺസെൻട്രേഷനിൽ വലിയ വ്യത്യാസം വരാത്തതുകൊണ്ട് കാര്യമായ ചേഞ്ച് നടക്കുന്നില്ലെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും ബട്ട് അവിടെ എന്താ നടക്കുന്നത് എത്രമാത്രം റിയാക്ട് ചെയ്ത് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നുവോ അത്രയും തന്നെ എന്തുണ്ടാകുന്നുണ്ട് യെസ് പ്രൊഡക്ട്സ് എന്താ തിരിച്ച് ഉണ്ടാകുന്നുണ്ട് തിരിച്ച് റിയാക്ഷൻ നടന്ന് റിയാക്ടൻസ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ സോ രണ്ടും ഒരേ സമയം നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ചേഞ്ച് മനസ്സിലാകാത്തത് സോ ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ ദെൻ ഇക്വിലിബ്രിയം നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫിസിക്കൽ ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയം രണ്ട് തരത്തിൽ നമുക്ക് പറയാം ഇഫ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് എന്തിനകത്ത് ഒരു ഫിസിക്കൽ പ്രോസസ്സിനെ ആണെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോസസ്സ് നടക്കുന്നതിനിടയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇക്വിലിബ്രിയം ആണെങ്കിൽ അതിനെ നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും ദെൻ വാട്ട് അബൌട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്തായിരിക്കും യെസ് ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു കെമിക്കൽ പ്രോസസ്സിനിടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത് ഓക്കെ ദെൻ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് തന്നെ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം വരും സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ യെസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു തെർമോസ് ഫ്ലാസ്കിന് അകത്ത് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു ഐസും വാട്ടറും എടുത്തു വെച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഫിസിക്കലി നോക്കുന്ന സമയത്ത് എന്തായാലും ഐസിൻ്റെയും വാട്ടറിൻ്റെയും കോൺസെൻട്രേഷനിൽ വ്യത്യാസമൊന്നും വരുന്നില്ല ബട്ട് നമുക്ക് പറയാൻ പറ്റും എത്രമാത്രം ഐസ് അവിടെ മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്നു അത്രയും തന്നെ വാട്ടർ ഫ്രീസ് ചെയ്ത് എന്താകുന്നുണ്ട് യെസ് ഐസ് ആകുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെയാണ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം പറയുന്നത് എത്രമാത്രം സബ്ലിമേഷൻ നടന്ന് വേപ്പർ ആകുന്നുവോ അത്രയും തന്നെ പ്രസിപ്പിറ്റേഷൻ നടന്ന് എന്താകുന്നു സോളിഡ് ആയിട്ട് മാറുന്നുണ്ട് ഓക്കെ രണ്ടും ഒരേ റേറ്റിൽ നടക്കുവാണ് ദെൻ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത് ഓക്കെ സെയിം പ്രോസസ്സാണ് ഇവിടെയും നടക്കുന്നത് ആൻഡ് ദെൻ ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഓർ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം എന്താ ഗ്ലൂക്കോസ് അല്ലേ ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ഷുഗർ ഇസ് ഡിസോൾഡ് ഇൻ വാട്ടർ അതെടുക്കാം അപ്പം അതിനകത്ത് നമുക്കറിയാം സാച്ചുറേറ്റഡ് ആകുന്ന സമയത്ത് ഈ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആകുന്ന സമയത്ത് സാച്ചുറേറ്റഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റാ ആദ്യം നമ്മൾ ആഡ് ചെയ്തു അത് അൺസാച്ചുറേറ്റഡ് ആയിരിക്കും ഡിസോൾവ് ആയി പിന്നെ ആഡ് ചെയ്ത് ഒരു സ്റ്റേറ്റ് എത്തും ആ ഒരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി കുറച്ചുകൂടി ആഡ് ചെയ്താൽ എന്താകില്ല ഡിസോൾവ് ആകാതെ കിടക്കും സോ അവിടെ ഡിസോൾവ് ആകാതെ കിടക്കുന്ന നമ്മുടെ പാർട്ടിക്കിൾസ് സോളിഡ് പാർട്ടിക്കിൾസും ഡിസോൾവ് ആയ സൊല്യൂഷനിലുള്ള സോളിഡ് പാർട്ടിക്കിൾസും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്തേ ഗ്യാസസ് ഇൻ ലിക്വിഡ്സോ ഹെൻറീസ് ലോ ഒക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷർ കണ്ടീഷനകത്ത്
എന്തിനകത്ത് ഡിസോൾവ് ചെയ്യിക്കുന്നു? വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് സോഡ വാട്ടർ ഒക്കെ കിട്ടുന്നത്. ഓക്കെ, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹെൻറീസ് ലോ കൂടി വരുന്നുണ്ട്, അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ദെൻ കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം രണ്ട് തരത്തിൽ പറഞ്ഞു, ഹോമോജനസ് ഇക്വിലിബ്രിയ ആൻഡ് ഹെട്രോജനസ് ഇക്വിലിബ്രിയ. വാട്ട് ഈസ് ഹോമോജനസ് ഇക്വിലിബ്രിയ? ഹോമോജനസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ടൻസും പ്രോഡക്ട്സും എല്ലാം ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് എല്ലാം ഗ്യാസസ് ആണെങ്കിൽ ദെൻ അവരെന്ത് വിളിക്കും? ഹോമോജനസ് ഇക്വിലിബ്രിയ എന്ന് വിളിക്കും. ഓക്കെ, ദെൻ ഹെട്രോജനസ് ഇക്വിലിബ്രിയം എന്തായിരിക്കും? റിയാക്ടൻസും പ്രോഡക്ട്സും ഡിഫറെൻറ്റ് സ്റ്റേറ്റിനകത്താണെങ്കിൽ, ഫിസിക്കൽ സ്റ്റേറ്റിനകത്താണെങ്കിൽ, അതായത് ഒന്ന് ഗ്യാസ് മറ്റൊന്ന് ലിക്വിഡ്, ഓർ ഒന്ന് ഗ്യാസ് മറ്റൊന്ന് ലിക്വിഡ് ദെൻ സോളിഡ് പ്രൊഡക്റ്റ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെട്രോജനസ് ഇക്വിലിബ്രിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കണം, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായതിനു ശേഷം മാത്രമേ ചാപ്റ്ററിനകത്തേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നൗ യെസ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, ഇതിനെ പറ്റിയാണ് പറയുന്നത്. സോ ഇത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം നമുക്ക് അറിയണം, എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന്. ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം, എ പ്ലസ് ബി reacts to form CC പ്ലസ് TD. ഓക്കെ, ഇനി മൊത്തം നമ്മൾ പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റി കേട്ടോ. സോ ഇതാണ് ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റേറ്റ് ലോ ഒക്കെ അപ്ലൈ ചെയ്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, അതാണ് KC കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ KCയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? യെസ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. Yes, first C raised to its stoichiometric coefficient small c into molar concentration of അടുത്ത പ്രൊഡക്റ്റ് ആരാ? D raised to its stoichiometric coefficient, that is D small d, divided by molar concentration of reactant. Okay, A എന്ന് പറയുന്നത് raised to its stoichiometric coefficient A into molar concentration of B, next reactant raised to its stoichiometric coefficient. ഇതാണ് KC എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ KP എന്താണ്? KP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, സോ KPയുടെ ഈ P എന്താണ്? പാർഷ്യൽ പ്രഷർ ആട്ടോ. പാർഷ്യൽ പ്രഷർ ഓഫ് ദ പ്രോഡക്റ്റ് C raised to stoichiometric coefficient, that is C small c, and partial pressure of second product PD raised to D divided by same as that. Okay, partial pressures തന്നെ എയുടെയും ബിയുടെയും റിയാക്ടൻസിൻ്റെ പാർഷ്യൽ പ്രഷർ raised to the stoichiometric coefficients. ഓക്കെ, ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻസും അതുപോലെ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. കാരണം എന്താണെന്നറിയോ മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്താണ് റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ KC ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, നൗ യെസ്, ഡിസംബർ 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഓക്കെ, രണ്ട് റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. N2 plus 3H2 gives 2NH3. ദാറ്റ് ഇസ് ഹേബർ പ്രോസസ് അല്ലേ, അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, എ. സോ KC എങ്ങനെ എഴുതുക? KC is equal to molar concentration of the product. Product എന്ന് പറയുന്നത് NH3 അല്ലേ? NH3 raised to, yes, അതിൻ്റെ stoichiometric coefficient 2. Okay, divided by molar concentration of reactants അല്ലേ? റിയാക്ടൻസിൻ്റെ ഏതൊക്കെയാണ്? N2. N2ൻ്റെ stoichiometric coefficient എന്താ? 1 അല്ലേ? Okay, 1 into H2 raised to 3. Okay, ഇതാണ് KC. ഈ ഫസ്റ്റത്തെ ഇക്വേഷനുള്ള KCയുടെ എക്സ്പ്രഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. Okay, then consider the second one. Okay, H2 plus I2 gives 2HI. ഇതാണ് റിയാക്ഷൻ. ഇനി ഇതിൻ്റെ KCയുടെ എക്സ്പ്രഷൻ നോക്കാം. KC is equal to,
Kc is equal to, yes, HI എന്ന് പറയുന്ന പ്രൊഡക്റ്റ് raised to its stoichiometric coefficient, that is 2 divided by, yes, നമ്മുടെ റിയാക്ടൻസ് എടുത്തു H2 raised to 1 into I2 and stoichiometric coefficients 1 ആയതുകൊണ്ട്, yes, സിമ്പിൾ ആണേ. വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണിത്. നന്നായി തന്നെ നോക്കുക. ഓക്കെ, is that clear? Now, yes, relationship between KP and KC. അപ്പോൾ KP പറ്റി നമ്മൾ പഠിച്ചു, KC പറ്റിയും പഠിച്ചു. ഇനി എന്താ നോക്കണ്ടേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP and KC. KPയും KCയും തമ്മിൽ എന്താ ബന്ധം നോക്കണം അല്ലേ. യെസ്, KP is equal to, important കേട്ടോ, KP is equal to KC into RT raised to delta N. ഓക്കെ, KP എന്താണെന്നറിയാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. Then what about KC? KC എന്ന് പറഞ്ഞാൽ equilibrium constant in terms of what? Yes, concentration. R എന്ന് പറയുന്ന universal gas constant, T എന്ന് പറയുന്ന temperature, and what about delta N? Delta N എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, number of moles of gaseous products, number of moles of, എപ്പോഴും ശ്രദ്ധിക്കുക gaseous products ആയിരിക്കും, ഒരിക്കലും സോളിഡ് സ്റ്റേറ്റിനകത്തുള്ളതിൻ്റെ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, യെസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous products minus number of moles of gaseous reactants. ഓക്കെ, ഇതാണ് എന്താ ഡെൽറ്റ എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, KPയും KCയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. സ്ഥിരമായിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. സിമ്പിൾ അല്ലേ, ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ യെസ്, നോക്ക് മക്കളെ, write the expression for the equilibrium constant of the general reaction. Okay, ഒരു ജനറൽ റിയാക്ഷൻ തന്നിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ അല്ലേ, നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആദ്യം എഴുതാം. Kc is equal to, yes, Kc is equal to C raised to C D raised to D divided by A raised to A B raised to B. സിമ്പിൾ ആണ്, 1 മാർക്ക് അവിടെ വീണേ. ദെൻ അടുത്തത്, give the relationship between KP and KC of a reaction in equilibrium. എളുപ്പമല്ലേ, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം എഴുതി വെച്ചാൽ, അത് മാത്രം പഠിച്ചാൽ 2 മാർക്ക് നമുക്ക് അവിടെ വീണു. യെസ്, എന്തായിരുന്നു, KP is equal to KC into RT raised to delta N. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, derive the relationship between equilibrium constant Kc and Kp for a general reaction. Yes, AA and BB gives Cc plus DD at equilibrium. എളുപ്പമാണേ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ഡെറിവേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. ഡെറിവേഷൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പമാണ്, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ജസ്റ്റ് ഈ പറയുന്ന പോർഷൻസിനകത്തേക്ക് നമ്മളൊന്ന് കുറച്ച് എന്താ ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. നോക്കാം നമുക്ക്. യെസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. യെസ്, ദ ഫസ്റ്റ് വൺ, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷത്തെ പരീക്ഷയ്ക്കും ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, അങ്ങനെയാ പറയുന്നത്. നമുക്ക് നോക്കാം ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന്. If a system in equilibrium is subjected to a change in concentration, pressure or temperature, then the equilibrium shift in the direction that tends to undo the effect of the change. Okay, ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുത്താൻ ശ്രമിക്കുന്നു,
പ്രഷറിൽ ചേഞ്ച് വരുത്താൻ ശ്രമിക്കുന്നു, ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിലിബ്രിയം നമ്മൾ പുതുതായി കൊണ്ടുവന്ന ഇഫക്റ്റിനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ ഏത് ഡയറക്ഷനകത്തേക്ക് പോകണം? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷനുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനുണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ് നമ്മൾ പുതുതായി കൊണ്ടുവന്ന മാറ്റം അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവന്ന ഇഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുക? അത് നോക്കി ആ ഡയറക്ഷനകത്തേക്ക് എന്ത് ചെയ്യും? റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും, കൊണ്ടുവന്ന മാറ്റം അത് മിനിമൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ഫാക്ടേഴ്സ് എടുത്ത് നോക്കാം. ഇഫ് കോൺസെൻട്രേഷൻ്റെ കാര്യം പറയുകയാണെന്ന് വിചാരിക്കാം. കൺസിഡർ ചെയ്യുക, നേരത്തെ എഴുതിയ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ വീണ്ടും എഴുതുകയാണ്. യെസ്, ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി. ദെൻ അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. അമോണിയയുടെ കേസ് എടുത്ത് പറയാം, കാരണം എക്സാമിന് നമുക്ക് ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ എടുക്കുകയാണ്. അമോണിയയുടെ പ്രിപ്പറേഷൻ N2 + 3H2 gives 2NH3. ഓക്കെ, അമോണിയയുടെ പ്രിപ്പറേഷൻ ഈക്വേഷൻ എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് കോൺസെൻട്രേഷനകത്ത് ചേഞ്ച് വരുത്താൻ പോവുകയാണ്. അപ്പോൾ കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇഫ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടുന്നതെങ്കിൽ ഈ റിയാക്ഷൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിരിക്കാം ചാൻസ്? യെസ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ പ്രൊഡക്റ്റ് സൈഡ്. കാരണം എന്താ? ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം അല്ലേ? കൂട്ടി കൊടുത്തു നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യണം? ആ കൂടിയത് കുറയ്ക്കണം. കൂടിയത് കുറയ്ക്കണമെങ്കിൽ റിയാക്ടൻസ് വേഗം റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ മെത്തേഡിൽ കൂടെ അവർ എന്ത് ചെയ്യും? ഇത് കുറയ്ക്കും. ആൻഡ് ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കൂട്ടി കൊടുക്കുക എന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു, കുറച്ച് NH3 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? ഈ റിയാക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം എന്താ? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി, അത് അവർക്ക് മിനിമൈസ് ചെയ്യണം. ആ എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ ബാക്ക്വേർഡ് ഡയറക്ഷനകത്തേക്ക് പോകുന്നു. ഓക്കെ, സോ ഇഫ് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, അതാണ് കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓരോ റിയാക്ഷനും ഡിഫറെൻ്റാണ്. ഓക്കെ, ഓരോ റിയാക്ഷനിലും ആ റിയാക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഇസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യും? റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനകത്തേക്കായിരിക്കും പോവുക. ഓക്കെ, എവിടെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സ്റ്റെപ്പ് വരുന്നത്? അതിപ്പോൾ എന്തായിരിക്കും? റിയാക്ഷൻ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനകത്തേക്ക് പോകും. ഓക്കെ, കൺസിഡർ ചെയ്യുക ഇഫ് ഇറ്റ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് ആണെങ്കിൽ എന്ത് പറ്റും? എക്സോതെർമിക് ആണെങ്കിൽ യെസ്, നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഹീറ്റ് കൊടുക്കുവാണല്ലേ. ഓൾറെഡി എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന റിയാക്ഷനാണ്. സോ അതിനകത്തേക്ക് വീണ്ടും നമ്മൾ കൊടുക്കുവാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനകത്തേക്കായിരിക്കും നടക്കുക. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെച്ച് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ പ്രഷർ. പ്രഷറും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് പറയാം. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, റിയാക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു റിയാക്ഷനിൽ പ്രഷർ കൊടുക്കുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ് ഏത് സൈഡിലാണോ കുറവ് ആ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഇക്വേഷൻ തന്നെ എഴുതാം. N2 + 3H2 gives 2NH3. ഓക്കെ, സോ ഇവിടെ ഈ റിയാക്ഷനകത്തേക്ക് നമുക്കറിയാം, ഇവിടെ ഒരു N2 ഉണ്ട്, 3H2 ഉണ്ട്, ടോട്ടൽ 4 മോൾ ഉണ്ടെന്ന് വിചാരിക്കുക. 4 മോൾ റിയാക്ടൻ്റ് ഉണ്ട്, പ്രൊഡക്റ്റിനകത്ത് 2 മോൾ ഉണ്ട്. ഓക്കെ, സോ ഈ റിയാക്ഷനകത്തേക്ക് ഞാൻ പ്രഷർ കൂട്ടിക്കൊടുത്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് പോകുമോ ബാക്ക്വേർഡ് പോകുമോ? നമ്പർ ഓഫ് മോൾസ് എവിടെയാണ് കുറവ്?
അങ്ങോട്ടേക്കാണ് അല്ലേ, 2NH3യുടെ സൈഡിനകത്തേക്കാണ് നമ്പർ ഓഫ് മോൾസ് കുറവ്. സോ ഇഫ് ഐ ഇൻക്രീസ് ദ പ്രഷർ, the equilibrium will, or the reaction will shift to the forward direction. Okay, forward direction nateke aayirikkum shift cheyuka. Okay, forward reaction aayirikkum avade favor cheyuka. Okay, then ingenaanengilo pressure korchu kodukkayanengilo cheynengil tirichayirikkum reaction nadakkuka. Okay, idonnu manasil vekka. നമുക്ക് ക്വസ്റ്റ്യൻസ് രണ്ട് തരത്തിലും ചോദിക്കാം. പ്രഷർ ഇൻക്രീസ് ഡിക്രീസും ചോദിക്കാം. ഒന്ന് പഠിച്ചു വെക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ലീ-ഷാറ്റ്ലിയർസ് പ്രിൻസിപ്പിൾ. നമ്മൾ പഠിച്ചതാണേ. ഡെഫിനിഷൻ നോക്കുക, എന്താണ് ലീ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം പ്രോസസ്. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. N2 + 3H2 gives 2NH3. ഓക്കെ, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ΔH = -92.38. ഓക്കെ, അപ്പോൾ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണിത്. ദെൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഈ റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നോക്കി, നമ്മൾ നേരത്തെ കണ്ടതാണ്. ആസ് പ്രഷർ ഇൻക്രീസസ് ഈ റിയാക്ഷൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്ക്. സോ ഫോർവേഡ് ഡയറക്ഷൻ. എന്തായിരിക്കും മക്കൾ ആൻസർ? ഫോർവേഡ് ഡയറക്ഷനിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യണതെന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷനാണ്. ഓക്കെ, അങ്ങനെ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ ആണോ നടക്കുക? ഇല്ല, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അത് ഫേവർ ചെയ്യുക. സിൻസ് ഇറ്റ് ഇസ് എ എക്സോതെർമിക് റിയാക്ഷൻ, ബാക്ക്വേർഡ് ഡയറക്ഷൻ. Then removal of NH3 from the reaction vessel. Okay, ഈ റിയാക്ഷൻ വെസലിൽ നിന്ന് പ്രൊഡക്റ്റ് ആയിട്ടുള്ള അമോണിയനെ റിമൂവ് ചെയ്തു. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു. ഓക്കെ, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിയാക്ഷനിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവണമല്ലേ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ ഫോർവേഡ് ഡയറക്ഷനിനകത്തേക്ക് നടക്കും. റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫോർവേഡ് ഡയറക്ഷനകത്തേക്ക് ആയിരിക്കും. ഓക്കെ, സോ ലീ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് കുറച്ച് ശ്രദ്ധ നമ്മൾ കൂടുതലായി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, എന്താണ് അയോണിക് ഇക്വിലിബ്രിയ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. യെസ്, മൈക്കൽ ഫാരഡേ ക്ലാസിഫൈഡ് the substance into two categories based on the ability to conduct electricity. Okay, aqueous സ്റ്റേറ്റിനകത്തും അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിനകത്തും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെ ബേസ് ചെയ്തിട്ട് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. The first one is electrolytes. എന്താ മക്കളെ ഇലക്ട്രോലൈറ്റ്സ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലേ? യെസ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത് അക്വസ് സൊല്യൂഷനിലും മോൾട്ടൺ സ്റ്റേറ്റിനകത്തും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയാമോ ഇലക്ട്രോലൈറ്റ്സിന്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ പറയാമോ? യെസ്, HCl പറയാം, NaOH പറയാം, NaCl പറയാം. Okay, these are the examples for strong electrolytes. Okay, then non-electrolytes. Non-electrolytes എന്ന് പറയാം നമുക്ക്, എന്നാലും അതിനകത്ത് തന്നെ weak. Okay, now acids, bases and salts. Okay, acid, bases and saltsനകത്ത് ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നതാണ്? റെഡാക്കി മാറ്റുന്നവരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആസിഡ്സ് എന്ന് നമ്മൾ ജനറലി കുഞ്ഞു ക്ലാസ് മുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ്? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത്. ദെൻ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത്? യെസ്, അയോൺസ് എന്ന് പറയുന്നത്, അല്ല സോൾട്ട് എന്ന് പറയുന്നത്. സോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവുന്ന? ആസിഡും ബേസും ഒക്കെ റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സോൾട്ട്സ് ഫോം ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ നമ്മളിവിടെ ആദ്യം മുതൽ
എങ്ങനെയാണ് ആസിഡ് എന്തിൻ്റെ ബേസിസിനകത്താണ് നമുക്ക് ആസിഡ് സോൾട്ട് ആസിഡ് ബേസ് എന്ന് പറയാൻ പറ്റുക? അതിനെ ബേസ് ചെയ്ത് ഒരുപാട് കോൺസെപ്റ്റ്സ് വന്നിരുന്നു. സോ ദ ഫസ്റ്റ് വൺ വാസ് അറീനിയസ് കോൺസെപ്റ്റ്. ഓക്കെ, അറീനിയസിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് H+നെ കൊടുക്കാൻ പറ്റുന്നത്, H+നെ കൊടുക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആസിഡ് എന്ന് വിളിച്ചത്. ദെൻ വാട്ട് അബൌട്ട് ബേസസ്? ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? OH- കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, H+നെ ഡൊണേറ്റ് ചെയ്യുന്നത് ആസിഡുകൾ, OH- കൊടുക്കുന്നത് ബേസ്. ഓക്കെ, സോ ഒക്കെ സൊല്യൂഷനകത്ത് വരുമ്പോൾ H+ വരുന്നത് ആസിഡ്, OH- വരുന്നത് ബേസ്. അങ്ങനെയാണെങ്കിൽ ആസിഡ്സിന് എക്സാമ്പിൾ പറയാവോ? അക്കോർഡിംഗ് ടു അറീനിയസ് കോൺസെപ്റ്റ്, അറീനിയസിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ്സിന് എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, HCl പറയാം അല്ലേ? H+നെ കൊടുക്കാൻ പറ്റുമല്ലേ? സോ H++ Cl-. ഓക്കെ, ദെൻ അടുത്തത് ഒരു ബേസിന് എക്സാമ്പിൾ പറയാമല്ലോ നമുക്ക്. NaOH, Na++ OH-. ഓക്കെ, ഈസി ആയിട്ട് നമുക്കത് കിട്ടി. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, SO2 ഇവരൊക്കെ അസിഡിക് നേച്ചർ ഉള്ളതാ സൊല്യൂഷനിൽ വരുമ്പോൾ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറീനിയസ് കോൺസെപ്റ്റ് വെച്ച് പറ്റിയില്ല. അതുപോലെ തന്നെ അമോണിയ, ഇറ്റ് ഇസ് എ ബേസ്, ബട്ട് അമോണിയയുടെ ബേസിക് ക്യാരക്ടർ അറീനിയസ് കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സോ എന്ത് പറ്റി? അതങ്ങ് എടുത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ അതിനുശേഷം വന്നതാണ് ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്. ഓക്കെ, ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് അതിനുശേഷം വന്നതാണ്. സോ ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് അനുസരിച്ച് യെസ്, ആസിഡ്സ് എന്ന് പറയുന്നത് H+നെ പ്രോട്ടോൺ ഡോണേഴ്സ് എന്ന് പറയാം. H+ കൊടുക്കുക അല്ലെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് എന്ന് പറയാം. അപ്പോൾ ബേസിസ് എന്താണ്? പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് വന്നു. അപ്പോൾ കൺസിഡർ ചെയ്യുക HCl. HCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് അല്ലേ? HCl + H2O എന്ത് കിട്ടുന്നു നമുക്ക് നോക്കാം. ഇവിടെ H2 എഴുതി കഴിഞ്ഞപ്പോൾ H2ക്ക് ഒരു പ്രത്യേകതയോടെ ഉണ്ട്. H2O എന്ന് പറയുന്നത് എന്താണ്? ആംഫോടെറിക് ഇൻ നേച്ചർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആസ് വെൽ ആസ് ബേസ്. ഓക്കെ, ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് H2O എന്ന് പറയുന്നത്. ഓക്കെ, HCl + H2O എന്ത് കിട്ടുന്നു നോക്കാം നമുക്ക്. പ്രൊഡക്റ്റ് H3O + Cl-. Here when H2 reacts with HCl എന്ത് പറ്റുന്നോടെ? H2O ഒരു ബേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ H3O + Cl- എന്ന് കിട്ടി. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം HCl നിന്ന് ഒരു H പോയതാണ് Cl- അല്ലേ? ഒരു H, ഒരു വ്യത്യാസം. HCl Cl- തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു H+ന്റെ ഡിഫറൻസ് ആണ്. സോ HCl is an acid. H+ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ? ദിസ് ഇസ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ്. ദെൻ H2O-യുടെ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ H3O+ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. ഓക്കെ, സോ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്ന് എഴുതി വെക്കുക, എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള മാർഗമാണ്. കോൺജുഗേറ്റ് ആസിഡ് ഇസ് ഈക്വൽ ടു ബേസ് പ്ലസ് H+. ബേസിനോട് ഒരു H+ കൂടിയിരിക്കുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. Then what about conjugate base? It is acid minus H+. Acid minus H+ ആണ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്കിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. Then next one is ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്. ഇപ്പോൾ ലാസ്റ്റ് വന്നതാണ് ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ ഡോണേഴ്സിന് നമ്മൾ ബേസസ് എന്ന് പറയും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ആസിഡ്സ് എന്ന് വിളിക്കും. എളുപ്പമാണേ, ഒരെണ്ണം ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോൺ ഡോണേഴ്സ്, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസസ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, മറ്റേതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഒരു മാർഗം നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The species H2O, HCO3 minus, HSO4 and NH3, they can act both as branched acids and bases. For each case, give the corresponding conjugate acid and conjugate base. Okay, അപ്പോൾ നമുക്ക് കുറച്ച് ഇക്വേഷൻ ഇത് തന്നിട്ടുണ്ട്. അവർ എന്താ ആംഫോട്ടറിക് നേച്ചറുള്ള ആൾക്കാരാ. ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും, ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കട്ടായി പോയി. കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ നമ്മളിനി എഴുതാനായിട്ട് പോകുന്നത് എന്തായിരുന്നു? യെസ്, കുറച്ച് സ്പീഷീസ് തന്നിട്ടുണ്ട്. ആ സ്പീഷീസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ഫോമും കോൺജുഗേറ്റ് ബേസ് ഫോമും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആംഫോട്ടറിക് നേച്ചർ ആണ്. നമുക്ക് നോക്കാം. യെസ്, സ്പീഷീസ് എന്ന് പറയുന്നത് H2O, HCO3 മൈനസ്, HSO4 മൈനസ് ആൻഡ് NH3. ഓരോന്നിൻ്റെയും കോൺജുഗേറ്റ് ആസിഡ് ഫോമും കോൺജുഗേറ്റ് ബേസ് ഫോമും നോക്കാം. ഓക്കെ, സോ കോൺജുഗേറ്റ് ആസിഡ് ഫോം നോക്കാം. H2O കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസ് പ്ലസ് H പ്ലസ് അല്ലേ. ഇപ്പോൾ ഇവിടെ H2O എൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതുന്ന സമയത്ത് H2O പ്ലസ് H പ്ലസ് ദാറ്റ് ഈസ് H3O പ്ലസ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എഴുതുന്ന സമയത്തോ യെസ് H2O എന്നിട്ട് ഒരു H പ്ലസ് കുറവായിരിക്കണം അല്ലേ. സോ OH മൈനസ് എന്നായിരിക്കും വരിക. ഓക്കെ ആണേ. ദെൻ HCO3 മൈനസ്, HCO3 മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് എങ്ങനെ വരും? H2CO3 അല്ലേ, ഒരു H പ്ലസ് കൂടുതൽ. ദെൻ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എങ്ങനെയായിരിക്കും വരിക? യെസ്, കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഒരു H പ്ലസ് കുറവ്. സോ എങ്ങനെ ആയിരിക്കും? ഒരു H പ്ലസ് കുറവ് വരുമ്പോൾ CO3 2 മൈനസ് അങ്ങനെ വരും. ആൻഡ് ദെൻ HSO4 മൈനസ് എങ്ങനെയായിരിക്കും വരിക? H2SO4, H പ്ലസ് കൂടുതൽ H2SO4 ആൻഡ് കോൺജുഗേറ്റ് ബേസ് വരുന്ന സമയത്ത് ഒരു H പ്ലസ് കുറവ്. സോ SO4 2 മൈനസ് എന്ന് വരും. ആൻഡ് ദെൻ NH3യുടെ കേസിൽ എന്താ വരിക? യെസ്, ഒന്ന് കൂടുതൽ NH4 പ്ലസ് എന്ന് വരും. കോൺജുഗേറ്റ് ബേസിൻ്റെ കേസിൽ ഒരു H പ്ലസ് കുറവ്, ദെൻ NH2 മൈനസ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, നൗ യെസ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ്. ഓക്കെ, തന്നിരിക്കുന്നതിനകത്ത് നിന്ന്
ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആയിരുന്നു. ലൂയിസ് ബേസ് എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരുന്നു. സോ ഹിയർ H2O ആസിഡ് ആയിട്ട് പറയൂ, ബേസ് ആയിട്ട് പറയൂ നമുക്ക് അക്കോർഡിംഗ് ടു ലൂയിസ് കോൺസെപ്റ്റ്? യെസ്, നമുക്ക് ബേസ് ആയിട്ട് പറയാം. കാരണം ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. Then NH3 എങ്ങനെയാ? യെസ്, നൈട്രജന് മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ ലൂയിസ്. സോറി, ഒരു കാര്യമുണ്ട്, ലൂയിസ് ആസിഡ് അല്ല, ലൂയിസ് ബേസ് ആണ്. ലൂയിസ് ബേസ്. ഓക്കെ, ഇനി AlCl3 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് അല്ലേ? സോ ഇറ്റ് ഈസ് ലൂയിസ് ബേസ്, ലൂയിസ് ആസിഡ്. ദെൻ H+ എന്ന് പറയുന്നതും എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ലൂയിസ് ആസിഡ്. ഓക്കെ ആണേ? നൗ ഇനി നമ്മൾ പഠിക്കാനുള്ളത് pH ആൻഡ് POH. ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി വളരെ തരമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. സോ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ ഈ പോർഷൻ എന്ന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. pH എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. pH is equal to negative logarithm of hydrogen ion concentration. Okay, negative logarithm of H+ ion concentration. Simple ആണ്. Then what is POH? POH എന്ന് പറയുന്നത് that is minus log, yes, OH minus hydronium ion concentration, OH minus hydroxide ion concentration, OH minus negative log OH minus. ഇങ്ങനെ വന്നു. ഓക്കെ, then ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. pH plus POH will be equal to 14. ഈ ഒരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക. ചില ക്വസ്റ്റ്യൻസിനകത്ത് സംടൈംസ് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അതായത് pH തന്നിട്ടുണ്ടായിരിക്കും, pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുക. ബട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? POH കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം ഇപ്പോൾ H+ന്റെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ H+ന്റെ കോൺസെൻട്രേഷൻ യൂസ് ചെയ്ത് pHന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 14 മൈനസ് POH ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? pH വാല്യൂ കിട്ടും, POH വാല്യൂ കിട്ടും. ഓക്കെ, സോ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് POH തന്നിട്ട് pH ചോദിക്കാം, pH തന്നിട്ട് POHും ചോദിക്കാം. ഈ രണ്ടും മാറി മാറി ചോദിക്കാവുന്നതാണ്. രണ്ടും കാര്യമായിട്ട് തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ആർ ദ മിക്സ്ചർ ആയിരിക്കും, ഒരു സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷനകത്ത് pHൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ പോലും, ആൽക്കലി ആസിഡോ ഒഴിച്ചാൽ പോലും എന്ത് പറ്റും? അവർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് pH പഴയതിലേക്ക് കൊണ്ടുവരും. അവരെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ബഫർ സൊല്യൂഷൻ തന്നെ രണ്ടുണ്ട്, അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. ഓക്കെ, ബഫർ സൊല്യൂഷൻ ആർ ഓഫ് ടു ടൈപ്പ്, അസിഡിക് ബഫർ ആസ് വെൽ ആസ് ബേസിക് ബഫർ. ഓക്കെ, ഈ അസിഡിക് ബഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ഒരു വീക്ക് ആസിഡ്, ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് എ വീക്ക് ആസിഡ് പ്ലസ് ഒരു വീക്ക് ആസിഡും എന്താണ്, ആൻഡ് ഇറ്റ് സോൾവ്ഡ് വിത്ത് സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡും അതിൻ്റെ തന്നെ സോൾട്ട് ഒരു സ്ട്രോങ് ബേസുമായി ചേർന്ന് അത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന എന്തായിരിക്കും? ഒരു സോൾട്ടും ആയിരിക്കും എന്താ ഒരു അസിഡിക് ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? 7ലേക്കാളും കുറവായിരിക്കും. ഓക്കെ, pHന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം, ജനറലി അറിയാം അല്ലേ, pH = 7 എന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ്റെതാണ്. pH എന്ന് പറയുന്നത് 7ന് താഴെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസിഡിക്, 7ന് മുകളിലാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്. ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഓക്കെ, സോ ഇതിൻ്റെ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? 7ൽ താഴെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിച്ചു വെക്കാം. അസിഡിക് ബഫറിന് എപ്പോഴും നമ്മൾ ഒരു എക്സാമ്പിൾ വെക്കാം. ഒരു വീക്ക് ആസിഡ് എന്നല്ലേ പറഞ്ഞേ? വീക്ക് ആസിഡ് CH3COH പ്ലസ് അതിൻ്റെ സ്ട്രോങ് ആസിഡുമായിട്ടുള്ളൊരു സ്ട്രോങ് ബേസുമായിട്ടുള്ളൊരു സോൾട്ട്,
that is CH3COO ഓക്കെ. ഇതിൻ്റെ പി എച്ച് ഇതൊരു അസിഡിക് ബഫർ ആണ്. ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അറൌണ്ട് 4.75. ഇതിനകത്ത് ആസിഡും ആൽക്കലിയും ആഡ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ പി എച്ചിനകത്ത് ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിച്ചാലും വ്യത്യാസം ഉണ്ടാകത്തില്ല. ഓക്കെ, സോ അതെപ്പോഴും പിയുടെ പി എച്ച് എന്ന് പറയുന്നത് 4.7 അറൗണ്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ബേസിക് ബഫർ. ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വീക്ക് ബേസും അതിൻ്റെ എന്തുമായിട്ട് ഒരു സ്ട്രോങ് ആസിഡുമായി ചേർന്നുള്ള സോൾട്ടും. ഇതിൻ്റെ മിക്സ്ചറിനെ ആയിരിക്കും നമ്മൾ ബേസിക് ബഫർ എന്ന് വിളിക്കുന്നത്. യെസ്, വീക്ക് ബേസ് പ്ലസ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. ഓക്കെ, സോ വീക്ക് ബേസ് എന്ന് പറയുമ്പോൾ ഏതാ നമ്മൾ എടുക്കുന്നത്? NH4OH, which is a weak base. NH4OH plus salt with a strong acid, that is NH4Cl. Okay, HCl ആസിഡുമായിട്ടൊക്കെ ഫോം ചെയ്തിരിക്കുന്നതാണ്. സോ ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്, സിൻസ് ഇറ്റ്സ് എ ബേസിക് ബഫർ, അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി അറൌണ്ട് 9.25. ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ 9.25 എന്നുള്ള റേഞ്ചിനകത്തായിരിക്കും ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മളതിനകത്ത് ആൽക്കലിയോ ആസിഡോ എന്ത് ചേർത്ത് ഈ ഒരു പി എച്ചിനകത്ത് ചേഞ്ച് വരുത്താൻ ശ്രമിച്ചാലും ചേഞ്ചസ് ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു പി എച്ചിനകത്തായിരിക്കും അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഓക്കെ ആണേ. നൗ യെസ്, കോമൺ അയൺ എഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ സപ്രഷൻ ഓഫ് അയണൈസേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് by the addition of a strong electrolyte having common ion with it. Okay, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ എന്തിന് സപ്രഷൻ വരുന്നു? യെസ്, അതിൻ്റെ ഡിസോസിയേഷൻ, അയണൈസേഷന് സപ്രഷൻ വരുന്നു. അതിന് കോമൺ ആയിട്ടുള്ള മറ്റൊരു അയൺ അതിനകത്തേക്ക്, കോമൺ അയണുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ, ഓക്കെ, അതിനെയാണ് നമ്മൾ കോമൺ അയൺ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കോമൺ അയൺ എഫക്റ്റ് വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിനകത്താണ്? യെസ്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, കൺസിഡർ ചെയ്യുക ഒരു വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്, ദാറ്റ് ഇസ് NH4OH. NH4OH വീക്ക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. അതെങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കാത്തവരാണ്. ഓക്കെ, സോ NH4OH അത് അയണൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? NH4 plus OH മൈനസ്, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതിനകത്തേക്ക് ഞാൻ ഇതിന് കോമൺ ആയുള്ള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്, ദാറ്റ് ഈസ് NH4Cl. ഞാൻ ഇതിനകത്തേക്ക് NH4Cl ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, കോമൺ ആയുള്ള മറ്റൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. വാട്ട് ഹാപ്പൻസ്? NH4Cl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. NH4 plus Cl മൈനസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇവിടെയും NH4 പ്ലസ് ഉണ്ട്. കണ്ടോ, രണ്ടിനും കോമൺ അയൺ ഉണ്ട്. കോമൺ അയൺ ഉണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആസ് the concentration of the product increases, the reaction shift to the backward direction. So NH4 plus കൂടി റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ NH4OH സ്പ്ലിറ്റ് ചെയ്യോ, അയണൈസ് ചെയ്യോ? ഇല്ല. സോ ഇതാണ് കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, ഇറ്റ് ഈസ് ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കോമൺ അയൺ എഫക്റ്റും ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളും കൂടി കപ്പിൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൺഫ്യൂസ് ആവരുത്, രണ്ടും രണ്ടിടത്താണ് കിടക്കുന്നത് അല്ലേ? തുടക്കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആൻഡ് ദെൻ അവസാനമാണ് നമ്മൾ കോമൺ അയൺ എഫക്റ്റ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടും കൂടി കണക്ട് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, നൗ സോലബിലിറ്റി ആൻഡ് സോലബിലിറ്റി പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. KSPയുടെ വാല്യൂ എന്ന് പറയുന്നത്, KSP എന്ന് പറയുന്നത് എന്തായിരുന്നു? സോലബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ സോലബിലിറ്റി എസും സോലബിലിറ്റി പ്രൊഡക്റ്റ് KSPയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, KSP എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതൊക്കെ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ജനറൽ ഇക്വേഷൻ കാണിച്ചു തരാം. ആ ജനറൽ ഇക്വേഷനിൽ നിന്ന്, ആ ജനറലൈസേഷൻ നിന്നിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ചോദിച്ചാലും
KSPS തമ്മിലുള്ള റിലേഷൻ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനൊരു ഇക്വേഷൻ കാണിച്ചു തരാം. കൺസിഡർ എ റിയാക്ഷൻ AXBY gives XAY plus YBX minus. ഓക്കെ, ഇങ്ങനെയാണ് ഒരു റിയാക്ഷൻ നടന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ KSP വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് KSP is equal to x raised to x into y raised to y into s raised to x plus y. ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? SP വാല്യൂസ് കിട്ടും. സിമ്പിൾ അല്ലേ? സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? KSP, ദാറ്റ് ഇസ് സോലബിലിറ്റി പ്രൊഡക്റ്റും എസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇച്ചിരി പാടുള്ള ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാവരും, കുട്ടികളെല്ലാവരും തന്നെ വിട്ടുപോകുന്ന ഭാഗമാണ്. സിമ്പിളായിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക, അതെല്ലാത്തിനകത്തും യൂസ് ചെയ്യുക. ഓക്കെ, യെസ്, നമുക്ക് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ നിന്ന് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. Laurie-Brownstein concept of acids and bases is based on the exchange of H plus ion during a reaction. Okay, illustrate with an example of a conjugate acid base pair. Okay, conjugate acid base pair നമ്മൾ പഠിച്ചു. HCl വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. എങ്ങനെയായിരുന്നു? HCl H2O വെച്ചിട്ട് HCl plus H2O gives H3O plus Cl minus. ഓരോന്നിനും താഴെ എഴുതി വെക്കുക മക്കളെ, എളുപ്പത്തിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. തിരിഞ്ഞു പോകാൻ ചാൻസസ് ഉള്ള ഒരു ഭാഗമാണിത്. തിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആസിഡ് ഏതാണ്, ബേസ് ഏതാണ് എന്ന് അതിന് താഴെ തന്നെ എഴുതി വെക്കുക. ആസിഡ്, ബേസ്, ദെൻ ഇതെന്തായിരിക്കും? ഇറ്റ് ഇസ് ബേസ്, സോ it's conjugate acid. Then ആസിഡിൽ നിന്ന് ഒരു H പ്ലസ് കുറഞ്ഞത് കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, ഇങ്ങനെ വരച്ച് തന്നെ എഴുതി വെക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ഇച്ചിരി ചാൻസ് കൂടുതലുള്ളൊരു ഭാഗമാണ് ഇത്. NH3 വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ explain Lewis concept of acids and bases. ആസിഡിന്റെ ബേസിന്റെ കോൺസെപ്റ്റ് ലൂയിയുടെ കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? യെസ്, അക്കോർഡിംഗ് ടു ലൂയിസ് കോൺസെപ്റ്റ് ആസിഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരുന്നു. ബേസസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരുന്നു. ഓക്കെ, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നവർ, ഇലക്ട്രോൺ ഡോണേഴ്സിനെയാണ് നമ്മൾ ബേസസ് എന്ന് വിളിച്ചത്. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് വിളിച്ചത്. ഈ ഒരു കാര്യം മനസ്സിൽ നന്നായി ഓർത്ത് വയ്ക്കുക. യെസ്, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു ലൂയിസ് തിയറി ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ആസിഡ്സ് ആൻഡ് ബേസസ്. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയല്ലേ? സെയിം സിമിലർ ക്വസ്റ്റ്യൻ. H2O അറിയാം നമുക്ക്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്. സോ ദേ ആർ ലൂയിസ് ബേസസ്. NH3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, എന്താ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. സോ ദേ ആർ ഓൾസോ ബേസസ്. ദെൻ what about AlCl3? AlCl3 എന്ന് പറയുന്ന ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ് ആണ്. സോ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. OH മൈനസിന് നമുക്കറിയാം നെഗറ്റീവ് ചാർജ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ബേസ്. ഓക്കെ, കണ്ട മക്കളെ, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. സോ കുറച്ച് ഇമ്പോർട്ടൻസ് ഈ ഭാഗത്തിന് കൊടുക്കുക. യെസ്, common ion effect is a phenomenon based on Le-Chatelier's principle. Okay, common ion effect എന്ന് പറയുന്നത് that is a phenomenon that is based on Le-Chatelier principle. Le-Chatelier principle നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു phenomenon ആണ്. Then illustrate the common ion effect with an example. Okay, common ion effect ന്റെ എക്സാമ്പിൾ അടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ട്. NH4OH ഉം NH4Cl ഉം വെച്ച് നമ്മൾ പഠിച്ചു. യെസ്, അത് തന്നെ എഴുതിയാൽ മതി. Then if the concentration of hydrogen ion in a soft drink, ഒരു സോഫ്റ്റ് ഡ്രിങ്കിനകത്ത് ഹൈഡ്രജൻ അയണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3 × 10⁻³ മോളാർ
അങ്ങനെയാണെങ്കിൽ then calculate its pH. അതിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. pHന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, pH is equal to negative log H plus ion concentration. നെഗറ്റീവ് ലോഗ് H പ്ലസ്. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂ വന്നിരിക്കുന്നത്. നമുക്കറിയാം H പ്ലസ് അയണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് എടുത്താൽ മതി. നെഗറ്റീവ് ലോഗ് 3 × 10⁻³ ഇക്വേഷനിലിട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിലിട്ട് കൊടുക്കുക. വിൽ ഗെറ്റ് ദ വാല്യൂ. ഇറ്റ് ഈസ് അബൌട്ട് 2.523. ഈ ഒരു റേഞ്ചിനകത്ത് നമുക്ക് pH കിട്ടും. pHന്റെ വാല്യൂ റേഞ്ചിനകത്ത് വരും. ഓക്കെ, pHന്റെ വാല്യൂ 2.523 എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആയിരിക്കും അത്? അസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ? എങ്ങനെ ആയിരിക്കും വരിക? യെസ്, pHന്റെ വാല്യൂ 2.523 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. 7ന് താഴെയല്ലേ വന്നേ? അസിഡിക് ആയിരിക്കും നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് OH മൈനസ് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. സോ ഇറ്റ് ഇസ് എ ബേസ് BCl3. BCl3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സോ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഇസ് എൻ ആസിഡ്. NH3 ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. സോ ഇറ്റ് ഇസ് എ ബേസ്. ദെൻ H പ്ലസ്. സോ ആസിഡ് ആണ്. അപ്പോൾ ഏതൊക്കെ ആസിഡ്സ് വരുന്നേ? BCl3 ആൻഡ് H പ്ലസ്. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നൗ യെസ്, equilibrium constant helps in predicting the direction in which a given reaction will proceed at any stage. Equilibrium constant നെ പറ്റി നമ്മൾ പഠിച്ചു, Kc. അതിന് കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് Qc. It is the reaction quotient. Equilibrium constant എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ഇക്വിലിബ്രിയം, ആ ഒരു സ്റ്റേജിനകത്തുള്ളത് എന്താണ്? ദെൻ Qc എന്ന് പറയുന്നത് അറ്റ് എനി സ്റ്റേജ്, ഏത് സ്റ്റേജിനകത്തും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് എനി കോൺസെൻട്രേഷൻ അതിനെയാണ് നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. Kc എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഒരു റേഷ്യോ എപ്പോഴായിരുന്നു? കറക്റ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ അതിനകത്ത് വരുമ്പോഴാണ് ഈ ഒരു റേഷ്യോ Kcയുടെ കാര്യം വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് Qc എന്ന് പറയുന്ന റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ? ഏത് ഇൻസ്റ്റൻറ്റിനകത്തും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാകണം എന്ന് തന്നെയില്ല, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിനകത്ത് എടുത്താലുള്ള ഈ റേഷ്യോനെയാണ് നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അറ്റ് ഇക്വിലിബ്രിയം Qc will be equal to Kc. ഇക്വിലിബ്രിയം സ്റ്റേറ്റിനകത്ത് ഈ റേഷ്യോ എന്ന് പറയുന്നത് Qcയും Kc എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഈ Qcയുടെയും Kcയുടെയും വാല്യൂസ് യൂസ് ചെയ്ത് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? റിയാക്ഷൻ ഏത് ഡയറക്ഷനകത്തേക്കാണ് പോകുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇഫ് Qcയുടെ വാല്യൂ എന്ന് പറയുന്നത് Kcയേക്കാൾ കുറവാണെങ്കിൽ, Qc is less than Kc or Kc is greater than Qc, റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനകത്തേക്കായിരിക്കും പോവുക. ദെൻ തിരിച്ചാണെങ്കിൽ Qc ആണ് വലുതെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനകത്തേക്കായിരിക്കും. അറ്റ് ഇക്വിലിബ്രിയം രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കാം. ഓക്കെ, പിന്നെ Kcയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ Kc കൂടുതൽ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? റിയാക്ഷൻ നല്ലതുപോലെ മുന്നോട്ട് നടക്കും. ഓക്കെ, റിയാക്ഷൻ നല്ലതുപോലെ മുന്നോട്ട് നടക്കും എന്നുള്ളതാണ്, പ്രൊഡക്റ്റ് കൂടുതലായി ഫോം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഡസ് എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ? അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാമല്ലോ, ഏത് ഫോളോയിങ് കണ്ടീഷൻസ് അനുസരിച്ചാണ് എന്താ ഒരു ഫോർവേഡ് റിയാക്ഷനെ ഫോളോ ചെയ്യുന്നത്? അതിനെ കാണിക്കുന്ന കണ്ടീഷൻ ഏതാണ് ഇതിനകത്ത്? Qc ഗ്രേറ്റർ ദാൻ Kc ആണോ? Qc ലെസ് ദാൻ Kc ആണോ? ഏത് വരും? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ. Kcയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനകത്തേക്കായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ദെൻ റൈറ്റ് വെദർ ഫോളോയിങ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ഹൈ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സജസ്റ്റ്
high concentration of reactants in the equilibrium mixture. What about this statement? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇത്രയാണ്: ഹൈ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സജസ്റ്റ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഇൻ ദ ഇക്വിലിബ്രിയം മിക്സ്ചർ. ഓക്കെ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ, ഇഫ് കെ സി ഈസ് ഹൈ, കെ സി ഹൈ ആണെങ്കിൽ എന്താ പറയുന്നത്? യെസ്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. ഹൈ ആയിരിക്കുമോ? നേരെ ഓപ്പോസിറ്റ് ആണല്ലേ. കെ സിയുടെ വാല്യൂ കൂടുതലെന്ന് പറയുമ്പോൾ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് നടന്നിരിക്കണം, ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർവേഡ് റിയാക്ഷനിലായിരിക്കണം, ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കണം റിയാക്ഷൻ പോയിരിക്കേണ്ടത്. ബട്ട് ഇവിടെ എന്താ പറ്റിയേ? തെരഞ്ഞു പോയല്ലേ. സോ ഇത് കറക്റ്റ് ആണോ? തെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ശരിയാക്കി പറയാം? ഹൈ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സജസ്റ്റ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദി products in the equilibrium mixture. Okay, products ന്റെ concentration ആയിരിക്കും കൂടുതൽ, reactants ന്റെ ആയിരിക്കില്ല, കുറവായിരിക്കും reactants ന്റെ. Okay, is that clear? Now, yes, what are buffer solutions? Give an example. Okay, buffer solution എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. Okay, എന്തൊക്കെയാണ്? എന്തെങ്കിലും വ്യത്യാസം ഒരു സൊല്യൂഷൻസിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസിഡോ ആൽക്കലി യൂസ് ചെയ്ത് അതിൻ്റെ പി എച്ചിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നമ്മൾ ശ്രമിച്ചാലും ആ മിക്സ്ചർ തന്നെ എന്ത് ചെയ്യും? അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ പി എച്ചിനകത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അതിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ പറയാം. ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് CH3COH and CH3CONE shows pH around 4.75. pH എന്ന് പറയുന്നത് ഏകദേശം 4.75 റേഞ്ചിൽ വരുന്നത് ആയിരിക്കും കിട്ടുക. ഓക്കെ, റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് ഓഫ് ദി H2O. H2Oയുടെ ആസിഡ് ഓഫ് ദ ബേസ് H2O. ഓക്കെ, H2O എന്ന് പറയുന്ന ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ബേസ് പ്ലസ് H പ്ലസ്. ഹിയർ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് H2O ആണ് അല്ലേ? ബേസ് എന്ന് പറയുന്നത് H2O ആണ്. H2O പ്ലസ് H പ്ലസ്, ദാറ്റ് ഈസ് എന്താ? H3O പ്ലസ്. ഇതാണ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, then yes, what is ionic product of water? വാട്ടറിൻ്റെ അയോണിക് പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം വാട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? സെൽഫ് അയണൈസേഷൻ നടക്കും അല്ലേ? സോ എന്ത് പറ്റും? സെൽഫ് അയണൈസേഷൻ നടക്കും, എന്ത് പറ്റും? ഫോം ചെയ്യും. അതായത് വാട്ടർ H2O എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് എഴുതാം, H പ്ലസ് പ്ലസ് OH മൈനസ് എന്നാകും. ആൻഡ് നമുക്ക് നോക്കാം, K is equal to H plus OH minus divided by H2O. Okay, and KW എന്ന് പറയുന്നത് K into H2O, H plus into OH minus. And finally, ഇതിനെ നമുക്ക് K into H2O നമുക്ക് KW എന്ന് എഴുതാം. KW is equal to H plus into OH minus. ഇങ്ങനെ ഫൈനൽ ഒരു ആൻസറിനകത്തേക്ക് നമുക്കിതിനെ എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്, ചെയ്ത് നോക്കുക. ആൻഡ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ acidic strength. ഓക്കെ, നമുക്ക് കുറച്ച് ആസിഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രോഹാലിക് ആസിഡ്സ് വന്നിട്ടുണ്ട്. ഇവരെ നമ്മൾ എന്താണ് അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിനകത്ത് അറേഞ്ച് ചെയ്ത് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ HBr, HI, HF ആൻഡ് HCl. സോ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം H പ്ലസിനെ റിലീസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ അസിഡിക് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത് അല്ലേ? H പ്ലസ് വിട്ട് കൊടുക്കാനുള്ള കഴിവ്. ഓക്കെ, ഹിയർ നമുക്ക് ആരൊക്കെയുണ്ട്?
ഓർഡറിൽ തന്നെ എഴുതാം. HF, HCl, HBr and finally HI. നമുക്കറിയാം as we go down the group, ഹാലജൻസിന്റെ കേസിനകത്ത് താഴത്തേക്ക് വരുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ atomic സൈസ് ഇൻക്രീസ് ചെയ്യും. then what happens? ഈ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീക്കർ ആകും. as we go down the group, HX ബോണ്ട് എന്ന് പറയുന്നത് HI വരുന്ന സമയത്ത് വളരെ വീക്കർ ആകും. സോ ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് H+ന് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ? സോ ഏതായിരിക്കും നന്നായി H+ന് വിട്ടുകൊടുക്കാനുള്ള കഴിവുള്ളത്? ഏറ്റവും താഴെയുള്ള ആൾ. സോ HIക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് എന്ത് കൊടുക്കാൻ പറ്റുക? ഇലക്ട്രോൺസിനെ അല്ലെ H+നെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. സോ ആരാദ്യം വരും? HI ആയിരിക്കും അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത്. ദെൻ അടുത്ത ആര് വരും? തൊട്ട് മുകളിലുള്ളത് HBr, HCl, ഏറ്റവും അവസാനമായിരിക്കും HF വരിക. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? യെസ്, അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിനകത്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഓക്കെ, ഇൻക്രീസിങ് ഓർഡറിനകത്തും ഡിക്രീസിങ് ഓർഡറിനകത്തും എങ്ങനെ ചോദിച്ചാലും എഴുതാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ the dissociation of NH4OH is suppressed by the addition of NH4Cl. Okay, name the principle applied here. എളുപ്പമാണേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് NH4OH. NH4OHന്റെ ഡിസോസിയേഷൻ ഒരു അയണൈസേഷൻ എന്ന് പറയുന്നത് സപ്രസ് ചെയ്യപ്പെടുന്നു ബൈ ദ അഡീഷൻ ഓഫ് NH4Cl. ഓക്കെ, ഇതായിരുന്നു ഇത് കോമൺ അയൺ എഫക്റ്റ് അല്ലേ? നെയിം ദ പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഹിയർ. കോമൺ അയൺ എഫക്റ്റ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിസിനകത്താണ്? യെസ്, നമ്മൾ ആദ്യമേ പറഞ്ഞു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അല്ലേ? NH4OH NH4+ഉം OH മൈനസുമായിട്ട് മാറുന്നു. NH4Cl ആഡ് ചെയ്യുകയാണെങ്കിൽ അതും എങ്ങനെയായിരിക്കും അയണൈസ് ചെയ്യുക? ഡിസോസിയേറ്റ് ചെയ്യുക. NH4++ Cl-. ഇൻ എഫക്ട് NH4+ന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. പ്രൊഡക്റ്റ് സൈഡിനകത്ത് കോൺസെൻട്രേഷൻ കൂടിയാൽ റിയാക്ഷൻ റിവേഴ്സ് വരും. സോ അയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സപ്രസ് ചെയ്യുന്നു. ആരുടെ? NH4OHന്റെ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതിനെ അടിയിലുള്ള ലോ ഏതാണ്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, നൗ ഗിവ് an example for acidic buffer. അസിഡിക് ബഫറിന് ഒരു എക്സാമ്പിൾ തരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസിഡിക് ബഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. CH3COH ഇക്യുമോളാർ, ഇത് ഓർത്ത് വെക്കണം. ക്യുമോളാർ മിക്സ്ചർ ഓഫ് വോട്ട്? CH3COH, രണ്ടും ഈക്വൽ എമൗണ്ട് എടുക്കണം. CH3COH പ്ലസ് CH3CONA. pH എത്രയായിരുന്നു? യെസ്, pH is around 4.75. സോ ഈ വാല്യൂവും അതുപോലെ തന്നെ ഈ അസിഡിക് ബഫർ ആസ് വെൽ ആസ് ബേസിക് ബഫർ ഇവരുടെ പേരുകളും ഒന്ന് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണേ? യെസ്. സോ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഇതിൻ്റെ ബേസിസിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. യെസ്, ഇക്വിലിബ്രിയം, രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇക്വിലിബ്രിയത്തെ പറ്റി നമ്മൾ പഠിച്ചു. അത് തന്നെ ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു. അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത് പഠിച്ചു. KP പറ്റിയും KC പറ്റിയും പഠിച്ചു. KPയും KCയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് ദെൻ ഒരുപാടധികം ടേംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമൺ അയൺ എഫക്റ്റ്, ബഫർ സൊല്യൂഷൻ, pH, pOH, solubility product, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിനകത്ത് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്ത് വരണം. നമ്മളിവിടെ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും, കാണിച്ചിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. സോ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. നന്നായി തന്നെ പഠിക്കുക. താങ്ക് യു.
internet.